ഹരി ഓം. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധത്തിലെ 2-ാം അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവത സപ്തമസ്കന്ധേ ദ്വിതീയോധ്യായഃ. നാരദ ഉവാച ഭ്രാതര്യേവം വിനിഹതേ ഹരിണാ ക്രോഡമൂർത്തിനാ ഹിരണ്യകശിപോ രാജൻ പര്യതപ്യത് രുഷാസുജാം. ഭ്രാതര്യേവം വിനിഹതേ ഏവം വിനിഹത, ഇപ്രകാരം ഹനിക്കപ്പെട്ടപ്പോൾ, ഇല്ലാതാക്കിയപ്പോൾ, അല്ലെ കൊല്ലപ്പെട്ടപ്പോൾ, ഭ്രാതരി ഭ്രാതാവ്, അതായത് സഹോദരൻ, ഭ്രാതരി ഭ്രാതാവ് ഹരിയാലാണ് കൊല്ലപ്പെട്ടത് കേട്ടോ. ഹരിണാ അല്ലയോ രാജൻ. രാജൻ എന്ന് കഴിഞ്ഞിട്ടൊരു എക്സ്ക്ലമേഷൻ മാർക്ക് കണ്ടോ? അത് അങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, അത് രാജൻ എന്നെഴുതിയിരിക്കുന്നിടത്ത് ഒരു എക്സ്ക്ലമേഷൻ മാർക്കുണ്ട്. അതാണ് സംബോധനയാണ്, അത് ഓർത്തോണം. സംബോധനയാണ്. രാജൻ അല്ലയോ രാജാവേ. നാരദർ പറയുക ആരോട്? യുധിഷ്ഠിരനോട്. അത് വിട്ടുപോകരുത് കേട്ടോ കഥയിൽ. അപ്പോൾ രാജാവേ, ക്രോഡമൂർത്തി വരാഹരൂപം ധരിച്ച ഹരിണാ ഹരിയാൽ, ഭ്രാതരി ഭ്രാതാവ്, ഏവം വിനിഹത ഇപ്രകാരം കൊല്ലപ്പെട്ടപ്പോൾ, ഹിരണ്യകശിപു രുഷ വളരെ രോഷത്തോടു കൂടി, ശുച വളരെ ശുച എന്ന് പറഞ്ഞാൽ ശോചനീയമായ അവസ്ഥ എന്നുള്ള, അപ്പം വളരെ ദുഃഖത്തോടു കൂടി, പരിതപിച്ചു, വളരെ സങ്കടപ്പെട്ടു. ഈ വരാഹം ഹിരണ്യാക്ഷനെ കൊന്നപ്പോൾ ഈ ഹിരണ്യകശിപുവിന് വളരെ ദുഃഖം തോന്നി. ഇരട്ട സഹോദരന്മാരല്ലേ, ഒരു സഹോദരൻ പോയാൽ ആർക്കും ദുഃഖമാണ്. അത് അദ്ദേഹത്തിന് സംഭവിച്ചു. അത്രേ ആ ശ്ലോകത്തിലുള്ളൂ. ആഹചേതമരുഷാ ഘൂർണഃ സന്തഷ്ടദശനച്ഛദഃ കോപോദ ജ്വലദ്ഭ്യാം ചക്ഷുർഭ്യാം നിരീക്ഷൻ ധൂമ്രമംബരം കരാളദംഷ്ട്രോഗ്ര ദൃഷ്ട്യാ ദുഷ്പ്രേക്ഷ്യ ഭൃഗുഡി മുഖ. ദുഷ്പ്രേക്ഷ്യ കഴിഞ്ഞൊരു കോപമായിട്ടോളൂ. ഭൃഗുഡി മുഖ. ഭ്രു എന്ന് പറഞ്ഞാൽ നെറ്റിത്തടം. ശൂലമുദ്യമ്യ സദസി ദാനവാൻ ഇതം അബ്രവീത്. ഇതം അബ്രവീത് എന്ന് വെച്ചാൽ ഇപ്രകാരം പറഞ്ഞു. ഈ വളരെ ആ സമയത്തെ, അതായത് ഹിരണ്യാക്ഷൻ്റെ മരണം കേട്ടപ്പോഴുള്ള ആ സംഭവത്തിലുള്ള അത് കേട്ടപ്പോൾ ഉണ്ടായ ആ ഭാവപകർച്ചയെക്കുറിച്ചാണ് പറയുന്നത്. 2 പദ്യങ്ങൾ കൊണ്ട് പറഞ്ഞിരിക്കുന്നു. ഒന്നിച്ചങ്ങ് പറയാം. അതെന്ന് വെച്ചാൽ വളരെയധികം വിദ്വേഷത്താൽ അവയവങ്ങൾ മുഴുവൻ ചലിക്കുന്നുണ്ട്. നമ്മൾ പറയില്ലേ ദേഷ്യം കൊണ്ട് ശരീരം വിറച്ചു എന്ന്, അങ്ങനെ ശരീരം വിറയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരിതാണ് ഓഷ്ടം, അതായത് താഴത്തെ ചുണ്ട് കടിച്ചമർത്തും. അത് ഇപ്പോഴും നമ്മളെല്ലാം ചെയ്യുന്നതാണ്, മനുഷ്യരെല്ലാം ചെയ്യുന്നതാണ്. അതുകൊണ്ടാണല്ലോ ആ താഴത്തെ ചുണ്ട് കടിച്ചമർത്തുക. കാരണം പറയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വായിൽ നിന്ന് ഒന്നും നാക്കിൽ നിന്നൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ അമർത്തുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഇങ്ങനെ ചുണ്ട് കടിച്ചമർത്തുക. ദേഷ്യഭാവത്തിനെ എല്ലായിടത്തും ചിത്രീകരിക്കുന്നത് ഇതുപോലെയാണ്. ഒരു കലാരൂപത്തിലാണെങ്കിലും ചിത്രീകരിക്കുമ്പോൾ ചുണ്ട് കടിച്ചമർത്തും. നമ്മൾ ദേഷ്യം വരുന്ന അഭിനയമാണല്ലോ അത്, നാടകാഭിനയവും അഭിനയമാണ്. നമുക്ക് ദേഷ്യം സംഭവിക്കുന്നില്ല, പക്ഷേ ദേഷ്യം വരുമ്പോൾ ഒരു സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്ന രീതികളാണ്. മനുഷ്യനിലുണ്ടാകുന്ന ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്നു. അന്നും ഇന്നും എപ്പോഴും അതങ്ങനെ തന്നെയാണ്. ശരീരം വിറയ്ക്കും അല്ലേ? നമുക്ക് ദേഷ്യം വരുമ്പോൾ ശരീരം വിറയ്ക്കും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ശബ്ദം ഉയരും. അതൊന്ന് വേറൊരു കാര്യം. നമ്മുടെ ശബ്ദം ഉയർന്നു വരുന്ന ദേഷ്യം വരുമ്പോൾ. അതുപോലെ തന്നെ കടിച്ചമർത്തും. അതെങ്ങനെയാണ്? താഴത്തെ ചുണ്ട് പല്ലുകൊണ്ട് കടിച്ചമർത്തും. അതൊക്കെ അതുപോലെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഭാഗവത്തിൽ എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ വായിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും. ഇന്ന് നടക്കുന്നത് തന്നെ നമ്മുടെ ശരീരഭാഷകൾ പോലും അതുപോലെ തന്നെയായിരുന്നു അന്നത്തെ കാലത്തും. ചുണ്ടുകൾ അമർത്തി കടിച്ചിരിക്കുന്നു. കോപം കൊണ്ട് കണ്ണുകളൊക്കെ പെട്ടെന്ന് നമ്മുടെ കണ്ണിലോട്ട് എരിച്ച് രക്തം കയറും, ചുമന്നിരിക്കും. നമ്മൾ സങ്കടപ്പെടുകയോ അറിയുകയോ ചെയ്യുമ്പോഴും വരും. പക്ഷേ ദേഷ്യം വരുമ്പോഴും നമ്മുടെ കണ്ണുകൾ ചുമന്നിരിക്കും. അതുപോലെ തന്നെ കണ്ണുകൾ വിടർന്നിരിക്കും. കുറേ കൂടെ നമ്മൾ കണ്ണ് തുറന്നു പോകും. നമ്മുടെ കണ്ണ് കുറച്ചുകൂടെ ദേഷ്യം വരുമ്പോഴും അത്ഭുതം വരുമ്പോഴും എന്താണ് സംഭവിച്ചതെന്നുള്ള ഒരു ഇതിൽ ഇരിക്കുമ്പോഴും നമ്മുടെ കണ്ണുകളുടെ ആ ഭാഷ, കണ്ണുകൾ തുറന്നിരിക്കും. അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ
ഇവിടെ വേറെ കാര്യങ്ങളുണ്ട്. ദംഷ്ട്ര അതായത് അസുരന്മാർക്കുള്ളതാണ്. ഈ കോമ്പല്ലുകൾ, കൂർത്ത പല്ലുകൾ വെളിയിലോട്ട് വരും, തുറിച്ച് നോട്ടം, പുരികങ്ങളൊക്കെ ചുളിയും, അല്ലേ? കഥകളിയിലൊക്കെ ഭാവങ്ങൾ വർണ്ണിക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് വർണ്ണിച്ചിരിക്കുന്ന. ഒരാളിന് ദേഷ്യം വരുമ്പോൾ ഉണ്ടാകുന്ന അതേപടി ആ കഥകളിയിലെ ആ കലാകാരൻ പകർത്തിയെടുക്കുക. അങ്ങനെ ഭാവപകർച്ച ഇവിടെ പറയുന്നത്. വേറെ ഒന്നുമില്ല, അത് ഞാൻ നിങ്ങൾ വായിച്ചപ്പോൾ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഭോ ഭോ ദാനവദൈതേയ ദ്വിമൂർധം ത്രക്ഷ ശംബര ദ്വിമൂർധൻ ത്രക്ഷ എന്ന് വായിച്ചോ, അപ്പോൾ എളുപ്പമുണ്ട്. ദ്വിമൂർധം ത്രക്ഷ ശംബര ശതബാഹോ ഹയഗ്രീവ നമുജേ പാക ഇൽവലഹ. ഇവിടെ ഒരുപാട് കാര്യത്തിന് ശംബര കഴിഞ്ഞിട്ട് എക്സ്ക്ലമേഷൻ മാർക്ക്, ശതബാഹോ കഴിഞ്ഞിട്ട് എക്സ്ക്ലമേഷൻ മാർക്ക്, ഹയഗ്രീവ കഴിഞ്ഞിട്ട് ഉണ്ട്, നമുജേ പാക ഇൽവല ഇതിനൊക്കെ എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ദാനവ ദൈതേയന്മാരെ, അല്ലയോ ദ്വിമൂർധാവേ എന്ന് വെച്ചാൽ ആ ഭീകരാന്ത രൂപത്തിനെയാണ്. ത്രക്ഷ ശംബര ശതബാഹു ഹയഗ്രീവ നമുജേ പാക ഇല്വല വിപ്രജിത്തെ പുലോമൻ ശകുനാദികളെ, നിങ്ങളെല്ലാവരും ഞാൻ പറയുന്നത് മനസ്സിലാക്കി ദൈതേയന്മാർ, അതായത് രാക്ഷസരോട് പറയുക, കേൾക്കുകയും ഒട്ടും കാലതാമസം വരുത്താതെ ഞാൻ പറയുന്ന പ്രവൃത്തികൾ ചെയ്യുകയും വേണം എന്ന്. അതായത് എൻ്റെ വാക്കിനെ എൻ്റെ വാക്കിനെ ശൃണ്വത, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുവിൻ. അതിനുശേഷം ഞാൻ പറയേണ്ടതായ കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ കേൾക്കുവിൻ. നിങ്ങളാണ് ഇതിനകത്ത് കുറേ പേരുടെ എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ട് പറഞ്ഞിരിക്കുന്ന പേരുകൾ. സപഗ്നൈർ ഖാദിദ ക്ഷുദ്രൈർ ഭ്രാതാമേദൈത സുഹൃദ പാർഷ്ണിഗ്രാഹേണ ഹരിണ സമേനാപി ഉപധാവനൈ സപഗ്നൈർ ഖാദിദ ക്ഷുദ്രൈർ ഭ്രാതാമേദൈത സുഹൃദ പാർഷ്ണിഗ്രാഹേണ ഹരിണ സമേനാപി ഉപധാവനൈ. ഭഗവാൻ മഹാവിഷ്ണു എല്ലാവരിലും സമഭാവനയുള്ളവരാണ്. ദേവന്മാരോടും പ്രത്യേകിച്ച് വളരെ പല പ്രകാരത്തിൽ പല രീതിയിൽ അവർ ഭജിക്കുന്നത് കൊണ്ട്, അതായത് ഭഗവാനെ ദേവന്മാർ പൂജിക്കുന്നത് കൊണ്ട് അവർക്ക് സഹായിയായി തീർന്നു, അത്രയേ ഉള്ളൂ. അവർ ഭഗവാനെ സേവിക്കുന്നത് കൊണ്ട്, സേവിക്കുന്നവരെ തനിക്കും എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അവർക്ക് പ്രത്യുപകാരം ചെയ്യാൻ, അതുകൊണ്ട് അവരോട് സഹായിയായിട്ട് തീർന്നു. ആ ശത്രുക്കളെ ഒന്നിനും കൊള്ളരുതാത്തവരായ ആ ദേവന്മാർ സഹായിയായ ആ ഹരിയെക്കൊണ്ട് തൻ്റെ ആജ്ഞയെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിയനും ആയ സഹോദരനെ വധിപ്പിച്ചു എന്നൊക്കെയാണ് ഹിരണ്യാക്ഷൻ പറയുന്നതാണ്. ഈ വിഷ്ണു മഹാചിത്തയാണ്, വിഷ്ണു സമഭാവനയും ഉള്ളവനാണെന്നൊക്കെ പറയുമെങ്കിലും ദേവന്മാർക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്നു. തൻ്റെ സഹോദരനെ കൊല്ലിപ്പിച്ചു. അതുപോലെ തുച്ഛന്മാരായ ദേവന്മാർക്ക് നേരിട്ട് വധിക്കാൻ ഒരു കാലത്തും സാധിക്കുകയില്ല. അതിനാണ് മഹാവിഷ്ണുവിനെ വരാഹരൂപത്തിൽ അവതരിപ്പിച്ചത്. അങ്ങനെ സമസ്വഭാവനായ ഹരി എൻ്റെ സഹോദരനെ വധിച്ചത് ശരിക്കും പറഞ്ഞ തെറ്റായ കാര്യമാണ്. സ്വന്തം കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ അങ്ങനെ കഴിയാം, സ്വന്തം കാര്യത്തിന് വേണ്ടി അല്ല. ദേവന്മാരുടെ വാക്കുകൾ കേട്ടിട്ടാണ് അവരങ്ങനെ ചെയ്തത്, അദ്ദേഹം അങ്ങനെ ചെയ്തത്, അതായത് മഹാവിഷ്ണു അങ്ങനെ ചെയ്തത്. എൻ്റെ സഹോദരനെ കൊന്നതൊട്ടും ശരിയായില്ല. ഹരിക്ക് മഹാവിഷ്ണുവിന് പ്രത്യേക ആവശ്യമൊന്നും ഇല്ലായിരുന്നു അദ്ദേഹത്തെ കൊന്നിട്ട്. അപ്പം അദ്ദേഹം എന്താ ചെയ്തത്? ശരിയാണോ? സമഭാവനയുള്ളവനാണെന്ന് പറയുന്നു, പക്ഷെ ശരിയാണോ എന്ന് ചോദിക്കുന്നു. തസ്യ ത്യക്തസ്വഭാവസ്യ ഘൃണേർമായാവനൗകസഹ ഭജന്തം ഭജമാനസ്യ ബാലസ്യേവാസ്ഥിരാത്മനഃ മത് ശൂല ഭിന്നഗ്രീവസ്യ ഭൂരിണാരുധിരേണ വൈ രുധിരപ്രിയം തർപ്പയിഷ്യേ ഭ്രാതരം മേ ഗതവ്യഥ. അപ്പോൾ ഒരു തീരുമാനങ്ങൾ എടുക്കുന്നു, ശക്തമായിട്ട് പ്രതിജ്ഞ ചെയ്യുന്നു. എന്താ? ദേവന്മാർക്ക് വേണ്ടി എൻ്റെ സഹോദരനെ വധിച്ച ഹരിയുടെ ആ കണ്ഠത്തെ ഞാൻ ശൂലം കൊണ്ട് മുറിച്ചിട്ട് അതിൽ നിന്നൊഴുകുന്ന ആ രക്തത്താൽ രുധിരപ്രിയൻ, എനിക്ക് വളരെ ഇഷ്ടമാണ് ചോര, എൻ്റെ സഹോദരന് തർപ്പണം ചെയ്തിട്ട് എൻ്റെ വ്യസനം തീർക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഹരിയുടെ, അതായത് മഹാവിഷ്ണുവിൻ്റെ രക്തം കൊണ്ട് തർപ്പണം ചെയ്യുമെന്ന്. ആർക്ക്? ഈ ഹിരണ്യാക്ഷന്. ഹിരണ്യകശിപു എടുത്ത ശപഥമാണ്.
ശ്രീഹരി സർവേശ്വരനല്ലയോ, എനിക്കവനെ ഹനിക്കാൻ കഴിയുമോ എന്ന ശങ്ക നിങ്ങൾക്ക് ഉണ്ടാകണ്ട. നിങ്ങൾക്ക് സർവേശ്വരനായ ഹരിയെ ഇല്ലാതാക്കാൻ എനിക്ക് കഴിയുമോ എന്നുള്ള ഒരു സംശയമൊന്നും നിങ്ങൾക്ക് വേണ്ട. അവൻ്റെ ഈശ്വരത്വം എല്ലാം നശിച്ചിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ സമത്വമാണ് ഈശ്വരൻ്റെ ലക്ഷണം. സമത്വം, എല്ലാത്തിനും സമഭാവനയാണ് ഈശ്വരൻ്റെ ലക്ഷണം. പക്ഷേ ആ സ്വഭാവത്തെ അവൻ ഉപേക്ഷിച്ചു. കാരണം സമഭാവനയല്ല നമ്മളോട് കാണിച്ചത്. അയാൾക്ക് വേണ്ടി എന്തെങ്കിലും ജീവരക്ഷയ്ക്ക് വേണ്ടിയാണ് ഹിരണ്യാക്ഷനെ കൊന്നതെങ്കിൽ മനസ്സിലാക്കാം. ഒരു കാരണവുമില്ലാതെ മഹാവിഷ്ണുവിനെ ഒരു കാരണത്തോടാലും ഞങ്ങളാരും ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം പിന്നെ എന്തിനാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഈ കർമ്മം ചെയ്തത്? അത് തെറ്റല്ലേ എന്നാണ് ചോദിക്കാം. നമ്മുടെ ജീവനെ രക്ഷിക്കാനായിട്ടാണെങ്കിൽ അങ്ങനെ പറയാം. ഇതൊന്നും അല്ലല്ലോ. അദ്ദേഹം വെറുതെ ഇരുന്ന അദ്ദേഹം എഴുന്നേറ്റ് പോയി ഹിരണ്യാക്ഷനെ വധിച്ചത് ദേവന്മാരുടെ ആവശ്യത്തിന് വേണ്ടിയല്ലേ. അപ്പോൾ സമഭാവന എവിടെ ഉണ്ടോ? അവിടെ തീർന്നില്ലേ അദ്ദേഹത്തിൻ്റെ വാദം? വെറുതെ അല്ലേ പറയുന്നത് എനിക്കെല്ലാം സമഭാവനയാണെന്ന്? വെറുതെയാണ് വരാഹരൂപത്തെയൊക്കെ സ്വീകരിച്ച് എന്തിനാണ് ഈ ഭഗവാൻ ഈ പ്രവൃത്തി ചെയ്തത്? അപ്പോൾ അങ്ങനെ ചെയ്താൽ ഞാൻ ശക്തനാണെന്ന് നിങ്ങൾ തീർത്ത പൂർണ്ണമായിട്ട് മനസ്സിലാക്കിക്കൊള്ളൂ. എൻ്റെ കോപവും വ്യസനവുമൊക്കെ അടങ്ങണമെങ്കിൽ ഞാൻ ഈ പ്രകാരം ചെയ്യണം. ഇത് മുമ്പേ പറഞ്ഞ പ്രകാരമേ ഭഗവാന്റെ ശിരസ് നിന്നൊഴുകുന്ന ഗളം ഛേദിച്ചിട്ട് അതിൽ നിന്നൊഴുകുന്ന രക്തം കൊണ്ട് തർപ്പണം ചെയ്താലേ ഒതുങ്ങുകയുള്ളെന്ന്. തസ്മിൻ കൂടേ ഹിതേ നഷ്ടേ കൃത്തമൂലേ വനസ്പതൗ വിടപ ഇവ ശുഷ്യന്തി വിഷ്ണു പ്രാണ ദിവൗകസഹ കൂടഹിതേ. അതായത് തെറ്റായ ഈ പ്രവൃത്തിയോട് കൂടമായ കപടമായ എന്നുള്ള അർത്ഥം. ആ പ്രവൃത്തിയോട് കൂടി, വ്യാപാരത്തോടു കൂടി, അല്ലെ ആ ഡീലിങ് എന്ന് പറയാം നമുക്ക് ഇംഗ്ലീഷിൽ. തസ്മിൻ അവൻ നാശത്തെ പ്രാപിച്ചിരിക്കുന്നു. വിഷ്ണുവാകുന്ന പ്രാണങ്ങളോട് കൂടിയ ദേവന്മാർ വനസ്പതോ വൃക്ഷം, വനസ്പതം എന്ന് പറഞ്ഞാൽ വൃക്ഷം എന്നാണ് അർത്ഥം കേട്ടോ. വൃക്ഷത്തിനൊരു പര്യായം ചോദിച്ചാൽ എഴുതാൻ നമുക്ക് വനസ്പതം മലയാളത്തിലായിരിക്കും ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, മലയാളത്തിൽ പ്രത്യേകിച്ച് വാക്കൊന്നുമില്ല കേട്ടോ. പ്രത്യേകിച്ച് വാക്കുകളൊക്കെ വളരെ കുറവാണ്. എല്ലാം സംസ്കൃതത്തിലെ രൂപഭേദം വരുത്തിയ വാക്കുകളാണ് മലയാളത്തിലുള്ളത്. വനസ്പതോ വൃക്ഷം, കൃത്തമൂലെ മുറിക്കപ്പെട്ട വേരോടുകൂടിയ, മൂലം എന്ന് പറഞ്ഞാൽ മൂലവേര് മുറിച്ച, മൂലഭാഗം മുറിച്ച എന്ന് വെച്ചാൽ അടിത്തട്ട് ചേർത്ത് മുറിച്ച. വിടവം ശാഖ, നമ്മൾ പറയും ശിഖരങ്ങൾ, ശാഖകൾ എന്ന പോലെ ശോഷിക്കും. അവർ ഇങ്ങനെ വിഷ്ണുവിനെ കൊന്നു കഴിഞ്ഞാൽ അവരുടെ ഇതൊക്കെ ശോഷിക്കും, അവരുടെ ദേവന്മാരുടെ. താവത് യാദഭുവം യൂയം വിപ്രക്ഷത്ര സമേധിതാം സൂതയധ്വം തപോയജ്ഞ സ്വാധ്യായ വ്രതദാനിന താവത് യാത ഭുവം യൂയം വിപ്രക്ഷത്ര സമേധിത സൂതയധ്വം തപോയജ്ഞ ഇടുക സ്വാധ്യായ വ്രതദാനിനഃ വിപ്രക്ഷത്ര സമേധിത. ആ ബ്രാഹ്മണര് ക്ഷത്രിയര് ഇവരാൽ അഭിവൃദ്ധിപ്പെടുന്നതായ ഈ ഭൂമിയിൽ, ഭൂമിയിലേക്ക്, അവിടെ ഭുവം ഭൂ എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. ഭൂമിയിലേക്ക്, അതങ്ങനത്തെ ചില പ്രയോഗങ്ങൾ സംസ്കൃതത്തിൽ വരുന്നത് നമുക്ക് ആ അർത്ഥം അങ്ങനെ തന്നെ പറയുകയേ പറ്റുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതുകൊണ്ടാണ്, അതങ്ങനെയാണ്. അപ്പം ഭൂമിയിലേക്ക് യൂയം നിങ്ങൾ ഇപ്പോൾ പോകുക. മറ്റവരോട് പറയുക, കുറേ പേരെ വിളിച്ചല്ലോ മുമ്പേ, സംബോധന ചെയ്ത് വിളിച്ചില്ലേ, എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്യുക. തപസ്സുകളും യജ്ഞങ്ങളും സ്വാധ്യായം വ്രതം ദാനങ്ങളും ഒക്കെ ചെയ്യുന്ന സ്ഥലത്ത് ചെന്ന് അനുഷ്ഠിക്കുന്ന അവരെ സൂതയധ്വം, അവരെ ഹനിക്കുക, ചെയ്യുന്ന മുനിമാരെയൊക്കെ ഹനിക്കുക, ഇല്ലാതാക്കുക. വിഷ്ണുർദ്വിജക്രിയാമൂലോ യജ്ഞോ ധർമ്മമയഃ പുമാൻ ദേവർഷി പിതൃഭൂതാനാം ധർമ്മസ്യ ച പരായണം. വിഷ്ണുർദ്വിജക്രിയാമൂലോ യജ്ഞോ ധർമ്മമയഃ പുമാൻ ദേവർഷി പിതൃഭൂതാനാം ധർമ്മസ്യ ച പരായണം. ബ്രാഹ്മണാദികൾ എന്ത് അപരാധമാണ് ചെയ്തത്? വിഷ്ണു, അത് നമുക്ക് അർത്ഥം ഒന്ന് നോക്കാം. വിഷ്ണുഹു എന്നാണ്.
ദ്വിജ ക്രിയാമൂല, ആ ബ്രാഹ്മണ കർമ്മമാകുന്ന മൂലത്തോടു കൂടിയതാണ്. ബ്രാഹ്മണ കർമ്മത്തിൻ്റെ അതാണ് ആ മഹാവിഷ്ണുവിൻ്റെ മൂല പ്രകൃതി. ധർമ്മമയ ധർമ്മസ്വരൂപനും യാഗസ്വരൂപനും ദേവർഷി പിതൃഭൂതാനാം, ദേവന്മാരെ, ഋഷികളെ, പിതൃക്കളെ, ഭൂതങ്ങളെ ഇവർക്കും ധർമ്മസ്യ ച ധർമ്മത്തിനും ച എന്ന് പറഞ്ഞാൽ ഓർത്തോണം എന്നൊരു അക്ഷരം അവിടെ വരും. അതും ഇതും എന്ന് പറയുന്നതിന് ച ഉപയോഗിക്കുന്നത് ഭാഷയിൽ, സംസ്കൃത ഭാഷയിൽ. പരായണം ആശ്രയഭൂതനുമായ ഭഗവാൻ പുമാനാകുന്നു, അതായത് പുരുഷനാകുന്നു. എത്ര ദ്വിജാഗാവോ വേദ വർണ്ണാശ്രമക്രിയ തം ജനപദം യാഥാ സന്ദീപയത വൃശ്ചത. എത്ര ദ്വിജാഗാവോ വേദ വർണ്ണാശ്രമക്രിയാ തം ജനപദം യാഥാ സന്ദീപയത വൃശ്ചത. അവിടെ ഏതേത് ദിക്കിൽ ബ്രാഹ്മണരും ഗോക്കളും വർണ്ണാശ്രമാദികളെ അതിനെ ചുറ്റിപ്പറ്റി ചെയ്യുന്ന ക്രിയകളും നടക്കുന്നുണ്ടോ ആ ദിക്കിലൊക്കെ ചെന്ന് അവരെ എല്ലാം വധിക്കണം. ഈ നല്ല കർമ്മങ്ങൾ ഒക്കെ, യാഗങ്ങൾ, അതുപോലെ ബ്രാഹ്മണരെ, പശുക്കൾ, ഇതിനെയെല്ലാം ഹനിക്കണം. അതാണ് ഈ പശുവിനെയൊക്കെ കൊല്ലരുതെന്ന് പറയുന്നത്. അതൊക്കെ ചെയ്യുന്ന തുടങ്ങിയാൽ അതൊക്കെ ദുരിതത്തിൻ്റെ ലക്ഷണങ്ങളാണെന്നാണ് പറയുന്നത്. അങ്ങനെ നടക്കുന്നുണ്ട്. അതത് സ്ഥലത്ത് ചെന്ന് ഇവരെ എല്ലാം ഇല്ലാതാക്കണം. ഉപജീവന പദാർത്ഥങ്ങളെ, അതായത് ദിവസവും നമുക്ക് കിട്ടുന്ന പദാർത്ഥങ്ങളെ, എന്താ സസ്യങ്ങളിൽ നിന്നാണല്ലോ നമുക്ക് ഓരോന്ന് കിട്ടുന്നത്, ധാന്യങ്ങളൊക്കെ, അതെല്ലാം മുറിച്ച് കളയണമെന്ന്. നല്ല ഉപദേശമല്ലേ. എനിക്ക് നിങ്ങളോട് ചെയ്യാനുള്ള പരമമായ ഉപദേശം ഇതാണെന്ന് ഈ ഹിരണ്യകശിപു പറയുകയാണ് ഇവരോടൊക്കെ, ഈ ദാനവന്മാരോട്. കുറേ പേരുടെ പേര് പറഞ്ഞു, അത് ഞാൻ ഇനിയും ആവർത്തിക്കണ്ടല്ലോ. കുറേ പേര് പറഞ്ഞു നമ്മൾ, അല്ലേ? എന്തൊക്കെയായിരുന്നു? ശംബര, ശതബാഹു, ഹയഗ്രീവ, നമുജെ, ത്യക്ഷ, പാക, ഇൽവല, ഇവരൊക്കെ. വിപ്രജിത്തി, ഹയഗ്രീവ, നമുജെ, പാക, പുലോമൻ, ശകുനാദികളെ അവരോടൊക്കെ ആയിട്ട് പറഞ്ഞു. ഇതിതേ ഭർത്തൃനിർദ്ദേശം, അവിടെ അങ്ങനെ നിർത്തുക. ഇതിതേ ഭർത്തൃനിർദ്ദേശം ആദായ ശിരസാധൃതാഃ തഥാ പ്രജാനാം കഥനം വിദധു കഥനപ്രിയാഃ. ഇതിതേ ഭർത്തൃനിർദ്ദേശം ആദായ ശിരസാധൃതാഃ തഥാ പ്രജാനാം കഥനം വിദധു കഥനപ്രിയാഃ. അസുരന്മാരുടെ സ്വഭാവം തന്നെ എന്താണ്? പരോപദ്രവം, പരന്മാർക്ക് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതാണ്. ഭർത്തൃനിർദ്ദേശമാദായ, ഭർത്തൃ എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ്റെ നിർദ്ദേശം ശിരസാവഹിച്ച്, നിങ്ങളുടെ സ്വാമിയോടുള്ള സ്വാമിയുടെ നിർദ്ദേശത്തെ അതുപോലെ ശിരസാവഹിച്ച് ആദരവോടുകൂടി അപ്രകാരം തന്നെ തഥാ പ്രജാനാങ്കഥന, പ്രജകളുടെ ഉപദ്രവത്തെ വിദധു ചെയ്തു. പ്രജകളുടെ എല്ലാം ഈ സാധാരണ ജനങ്ങളെയൊക്കെ ഉപദ്രവിച്ചു. ഇപ്പം യുദ്ധം നടക്കുന്ന കണ്ടില്ലേ? വെള്ളുവാനിരിക്കുന്ന മനുഷ്യരെയൊക്കെ കണ്ട ബോംബിടുക. ആരുടെ? ഭരണാധികാരികളുടെ ഇഷ്ടപ്രകാരം. ഇപ്പം നടക്കുന്നതല്ലേ? അന്ന് നടന്നത് തന്നെയാണ്, വേറെ ഒന്നുമില്ല. പുരഗ്രാമ വ്രജോദ്യാന ക്ഷേത്രാരാമ ആശ്രമാകരാൻ, അതൊന്നും പിരിച്ച് പറഞ്ഞു പഠിക്കണം കേട്ടോ. പുരം പട്ടണം, ഗ്രാമ, വ്രജം, ഉദ്യാനം, ക്ഷേത്രം, ആരാമം, ആശ്രമം, ഇത്ര എണ്ണമാണ്. ഇപ്പോൾ എങ്ങനെയാണ് വായിക്കുന്നത്? പുര, ഗ്രാമ, വ്രജോദ്യാന, ക്ഷേത്ര, ആരാമം കേട്ടോ. ക്ഷേത്ര, ആരാമ, ആശ്രമാകരാൻ, അങ്ങനെ വായിക്കുമ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ ആ വാക്കുകൾ വരാൻ ഉദ്ദേശിച്ച് വേണം അവിടെ നിങ്ങൾ കോമ ഇടുകയോ എഴുതുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അക്ഷരങ്ങൾ അവിടെ കൂട്ടി എഴുതാനായിട്ട് ശ്രമിക്കുമ്പോൾ ചെയ്യേണ്ടത്. വാക്കുകൾ ഇതൊക്കെയാണ്. എന്താണ്? പുര, ഗ്രാമം, വ്രജം, ഉദ്യാനം, ക്ഷേത്രം, ആരാമം, ആശ്രമം, ആകരം, ഖേടം, കർവടം, ഘോഷം, പത്തനം, ഇത്രയും കാര്യങ്ങളാണ്. ദദഹോ എന്നാണ് പറഞ്ഞത്, ദഹിപ്പിച്ച് കളയുക എന്ന് വെച്ചാൽ കത്തിച്ച് കളയുക. പുര, ഗ്രാമ, വ്രജോദ്യാന, ക്ഷേത്ര, ആരാമ, ആശ്രമാകരാൻ, ഖേട,
ഖർവട ഘോഷാംശ്ച ദദഹു പത്തനാനി ച. വലിയ കെട്ടിടം, വലിയ കെട്ടിടങ്ങളൊക്കെ ഉള്ള അതെല്ലാം ദദഹു എല്ലാം കളഞ്ഞേക്കാൻ. കേചിത് ഖനിത്രൈ ബിഭിദോ സേതുപ്രാകാരഗോപുരാൻ ആജീവ്യാം ചിച്ചിദുർവൃക്ഷാൻ കേചിത് പരശുപാണയ പ്രാതഹൻ ശരണാന്യന്യേ പ്രജാനാം ജ്വലിതോന്മുഖൈഃ. കേചിത് ഖനിത്രൈർ ബിഭിദുഃ സേതുപ്രാകാരഗോപുരാൻ ആജീവ്യാംശ്ചിച്ചിദുർവൃക്ഷാൻ കേചിത് പരശുപാണയ പ്രാതഹൻ ശരണാന്യന്യേ പ്രജാനാം ജ്വലിതോന്മുഖൈഃ. ഹിരണ്യകശിപു അത് നമുക്ക് അർത്ഥമായിട്ട് തന്നെ നോക്കാമേ. കേചിത് നമ്മളെപ്പോഴും കേൾക്കുന്നതാണല്ലോ. സേതു പ്രാകാരഗോപുരാൻ, സേതുബന്ധനം, അതായത് അണക്കെട്ടുകൾ, തടയണ ഒക്കെ പറയില്ലേ, അത് അണക്കെട്ടുകൾ, മതിലുകൾ, ഗോപുരങ്ങൾ. പ്രാകാരം, മതിലുകൾ, ഗോപുരം, പ്രാകാരം, മതിലുകൾ, ഗോപുരങ്ങൾ. ഖനിത്രൈ ഖനന സാധനങ്ങൾ കൊണ്ട് ഭേദിച്ചു എന്നുവെച്ചാൽ മുറിച്ച് കളയാനുള്ള ഉപകരണങ്ങളൊക്കെ വെച്ച് മുറിച്ച് കളഞ്ഞു. പരശുപാണയ, പരശു എന്ന് പറയുന്ന ആയുധങ്ങളെ കയ്യിൽ ധരിച്ചിരിക്കുന്ന കേചിത് ചിലർ. നമ്മൾ രാമായണത്തിൽ എപ്പോഴും കേചിത് എന്ന് വായിക്കാറില്ലേ, അത് സംസ്കൃത പദം തന്നെ എടുത്താണ് എഴുത്തച്ഛൻ അത് എഴുതിയിരിക്കുന്നത്. നമ്മൾ മലയാളം രാമായണത്തിൽ വായിക്കുന്ന കേചിത് ബല അങ്ങനെ ആ വാക്ക് വരുമ്പോൾ ഓർക്കാറില്ലേ, അതിൻ്റെ അർത്ഥം ഇതാ, ചിലർ, കേചിത് ചിലർ എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന. ആജീവ്യാൻ ഉപജീവന പദാർത്ഥങ്ങളെ നൽകുന്നതിന് യോഗ്യങ്ങൾ, അതായത് നെൽകൃഷിയൊക്കെ തട്ടിക്കളയുക, അതൊക്കെ അതുപോലെ വാഴ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെട്ടിക്കളയുക. അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ചിലയിടത്ത് ദേഷ്യം വന്ന് പിണങ്ങി കഴിയുമ്പോൾ പറമ്പിൽ നിൽക്കുന്ന വാഴകളൊക്കെ എളുപ്പമുള്ള സാധനമാണ് വെട്ടിക്കളയാനേ. അതുകൊണ്ടാണ് വലിയ മരങ്ങളൊന്നും വെട്ടാൻ ഇത്തിരി പാടല്ലേ, ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല, ഒറ്റ വെട്ടിന് രണ്ടായിക്കോളും. വാഴ വെട്ടുന്ന പോലെ വെട്ടിക്കളയാൻ നമ്മൾ പറയില്ലേ, വെട്ടിക്കളയാൻ. അങ്ങനെ പരശു എന്ന ആയുധമൊക്കെ ഉണ്ട്, അതിൻ്റെ പേരും പറഞ്ഞത്. കേചിത് ചിലർ ആജീവ്യാൻ ഉപജീവന പദാർത്ഥങ്ങളെ നൽകുന്ന യോഗങ്ങളായ വൃക്ഷാൻ മരങ്ങളെ ചിച്ചിതു ഛേദിച്ചു, മുറിച്ചു കളഞ്ഞു. അന്യേ വേറെ ചിലരോ ജ്വലിതോന്മുഖൈഹി കത്തുന്ന തീക്കൊള്ളികൾ കൊണ്ട് ജ്വലിതോന്മുഖൈഹി തീക്കൊള്ളി കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കൊള്ളി കൊണ്ട് പ്രജാനാം ശരണാനി ജനങ്ങളുടെ വാസഭവനങ്ങളെ ദഹിപ്പിച്ചു. ഏവം വിപ്രകൃതേ ലോകേ ദൈത്യേന്ദ്രാനുചരൈർമുഹോ ദൈത്യ ഇന്ദ്രാനുചരൈർ അസുരാധിപൻ്റെ അനുചരന്മാരാൽ വീണ്ടും ഇപ്രകാരം ലോകം വിപ്രകൃതേ ഉപദ്രവിക്കപ്പെട്ടപ്പോൾ ദേവന്മാർ ദിവം പരിത്യജ്യ സ്വർഗത്തെ ഉപേക്ഷിച്ച് അവർക്ക് ഒരു സ്ഥലത്തിലും അവിടെ നിൽക്കാൻ സാധ്യമല്ലാതായപ്പോൾ എവിടെ വന്നു? ഭൂമിയിൽ അലക്ഷിത കാണപ്പെടാത്തവരായിട്ട് സഞ്ചരിച്ചു. അവർക്ക് കാണാൻ പറ്റുന്ന പോലെ അവരെ കാണാൻ പറ്റുന്ന പോലെ സഞ്ചരിക്കാൻ പറ്റില്ല. കാരണം എന്താ, അവർ ദേവന്മാരാണ്. അവർ ഭൂമിയിൽ ആരും കാണാതെ സഞ്ചരിച്ചു. ഏവം വിപ്രകൃതേ ലോകേ ദൈത്യേന്ദ്രാനുചരൈർമുഹു ദൈത്യന്മാരുടെ ഇന്ദ്രൻ, അതായത് അസുരന്മാരുടെ അധിപൻ എന്നുള്ള ആ വാക്ക് വരുന്നുണ്ട്. ഇന്ദ്രൻ എന്ന് പറയുമ്പോൾ അധിപൻ. ദൈത്യേന്ദ്ര അനുചരൈർമുഹു ദിവം ദേവ പരിത്യജ്യ ഭൂമിയിൽ ചേരുരലക്ഷിത എന്ന് സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. ഇതെല്ലാം വാക്കുകളും നമ്മൾ മലയാളത്തിൽ ഇച്ചിരി പ്രയോഗങ്ങളിൽ ഒത്തിരി വ്യത്യാസത്തോടു കൂടി ഉപയോഗിക്കുന്നുണ്ടേ ഉള്ളൂ. വാക്കുകൾ മുഴുവൻ സംസ്കൃതമാണ്, ഭൂരിപക്ഷം വാക്കുകളും സംസ്കൃതമാണ്. സഞ്ചരിച്ചു, അവിടെ ഒന്ന് ചായും ഒക്കെ വന്നിട്ടുണ്ട്. സഞ്ചരിച്ചു ഈ ഹിരണ്യകശിപുവിൻ്റെ ഭൃത്യന്മാർ. ഹിരണ്യകശിപുർ ഭ്രാതോ സംഭരേതസ്യ ദുഃഖിതഃ കൃത്വാ കടോദകാദീനി ഭ്രാതൃപുത്രാൻ അസാന്ത്വയത്. ഹിരണ്യകശിപുർ ഭ്രാതുഃ സംഭരേതസ്യ ദുഃഖിതഃ കൃത്വാ
കടോദകാദീനി ഭ്രാതൃപുത്രാനസാന്ത്വയത്. ദുഃഖിക്കുന്ന ഹിരണ്യകശിപു സംഭരേതസ്യ ഭ്രാതോ, മരിച്ച സഹോദരന് കടോദകം, അതായത് ഉദകക്രിയയ്ക്ക് ഉപയോഗിക്കുന്നത്. ഉദകക്രിയ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമല്ലോ, മരിച്ചുപോയവരുടെ ആ പ്രേതങ്ങളെ ഉദ്ദേശിച്ച് സമർപ്പിക്കുന്ന ജലം, അതിനാണ് ഉദകക്രിയ ചെയ്തെന്ന് പറയുന്നത്. കടോദകാനി ഭ്രാതൃപുത്രാനസാന്ത്വയത്, മുതലായവയെ ചെയ്തിട്ട് ഭ്രാതൃപുത്രൻ സഹോദരപുത്രന്മാരെ അസാന്ത്വത സമാധാനിപ്പിച്ചു. ആരാണ് ഇവിടെ സഹോദരപുത്രന്മാർ? ഈ ഹിരണ്യാക്ഷൻ്റെ മക്കൾ, അതായത് ഹിരണ്യകശിപു ചെയ്തതാണ്. ഇതെല്ലാം കാണിച്ചിട്ട് അവർ ആ ക്രിയയൊക്കെ ചെയ്തിട്ട് ഹിരണ്യാക്ഷൻ്റെ പുത്രന്മാരെ സമാധാനിപ്പിച്ചു. ഹിരണ്യകശിപു കൊച്ചച്ഛൻ സമാധാനിപ്പിച്ചു, ജ്യേഷ്ഠനെ കൊന്ന ജ്യേഷ്ഠൻ്റെ പുത്രന്മാരെ സമാധാനിപ്പിച്ചെന്താ ഈ ഹിരണ്യകശിപു ഭ്രാതൃമരണം, അതായത് ഭ്രാതാവിൻ്റെ സഹോദരൻ്റെ മരണം അദ്ദേഹത്തെ അത്രയും ദുഃഖിപ്പിക്കുന്നതായിരുന്നു. അപ്പോൾ ആ പുറകോട്ട് ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇതൊക്കെ ചെയ്തത് വിഷ്ണുവാണ്. വിഷ്ണുവിൻ്റെ സഹചാരികളായിട്ടുള്ളവർക്ക് വിഷ്ണുവിന് ഇഷ്ടമുള്ളവരെയൊക്കെ ഉപദ്രവിക്കുക, അതാണെന്നൊരു പോയിൻ്റ് പുള്ളിയുടെ. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ് പുള്ളി ഈ ഹിരണ്യകശിപു ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നത്. അതായത് തൻ്റെ ഇഷ്ടമുള്ളവർക്ക്, തന്നെ സ്നേഹിക്കുന്നവരെയൊക്കെ ഉപദ്രവിക്കുക. നേരിട്ട് ചെല്ലാനുള്ള ഭയം മൂലം നേരിട്ട് ചെന്നില്ല, നേരിടാതെ വിഷ്ണു ഭക്തന്മാരെ ഉപദ്രവിച്ചു. അപ്പോൾ ഭക്തന്മാരെ ഉപദ്രവിച്ചാൽ അദ്ദേഹത്തിന് വേദനയാകുമല്ലോ. അപ്പോൾ എന്നോട് യുദ്ധത്തിന് വരും എന്ന് കരുതിയായിരിക്കാം. ശകുനിം ശംബരം ദൃഷ്ടം ഭൂതസന്താപനം മൃഗം കാലനാഭം മഹാനാഭം ഹരിശ്മശ്രുമധോത്കജം തന്മാതരം ഋഷാഭാനും ദിതിം ച ജനനീം ഗിരാ ശ്ലക്ഷ്ണയാ ദേശകാലജ്ഞ ഇതമാഹ ജനേശ്വരഃ. ശകുനി ശംബരം ദൃഷ്ടം ഭൂതസന്താപനം മൃഗം കാലനാഭം മഹാനാഭം ഹരിശ്മശ്രുമധോത്കജം തന്മാതരം ഋഷാഭാനം ദിതിം ച ജനനീം ഗിരാ ശ്ലക്ഷ്ണയാ ദേശകാലജ്ഞ ഇതമാഹ ജനേശ്വര. ഈ ദേശകാലജ്ഞ, ദേശകാലങ്ങളെ അറിയുന്ന അല്ലയോ അസുരാധിപതി, ശ്ലക്ഷ്ണയാ ഗിര, വളരെ മൃദുവായ വാക്കുകളോടുകൂടി ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. അംബ ഹേ വധൂപുത്ര വീരം മാർഹത ശോചിതും രിപോരഭിമുഖേ ശ്ലാഘ്യ ശൂരാണാം മഥ ഈപ്സിതഃ. ഹിരണ്യകശിപു ഉരുവാചയാണ്. ഇത് ഹിരണ്യകശിപു പറഞ്ഞതാണ്. ആരോടാണെന്ന് നമുക്ക് നോക്കാം. അംബ ഹേ വധു പുത്ര വീരം മാർഹത ശോചിതും രിപോരഭിമുഖേ ശ്ലാഘ്യ ശൂരാണാം മഥ ഈപ്സിതഃ. വധു അതായത് ജ്യേഷ്ഠൻ്റെ ഭാര്യ, രിപോ ശത്രു, അഭിമുഖേ എതിർമുഖത്തിൽ, ശൂരന്മാരുടെ വധം ഇഷ്ടം, ഈപ്സിതഃ ഇഷ്ടം, ശ്ലാഘ്യ കീർത്തികരമാണ്, വീരനെക്കുറിച്ച് ശോചിതും ദുഃഖിപ്പാൻ, അർഹത നിങ്ങൾ അർഹരല്ല, വീരമരണം പ്രാപിച്ചവരെക്കുറിച്ച് ദുഃഖിക്കാൻ നിങ്ങൾ അർഹരല്ല എന്ന് പറയുക. ആരോടൊക്കെയാണ്? ജ്യേഷ്ഠൻ്റെ ഭാര്യയോട്, അമ്മയോട്, അവരോടൊക്കെ പറയുക. അമ്മേ, അല്ലയോ ജ്യേഷ്ഠൻ്റെ ഭാര്യ വധു, ഹേ പുത്രന്മാരെ, അതായത് ജ്യേഷ്ഠൻ്റെ പുത്രന്മാരോട് പറയുക, വീരനായ എൻ്റെ സഹോദരനെക്കുറിച്ച് നിങ്ങൾ ദുഃഖിക്കരുത്. അദ്ദേഹം വീരസ്വർഗം പ്രാപിച്ചയാളാണ്. ശത്രുവിനോട് ആയുള്ള യുദ്ധത്തിൽ മരിക്കുന്നത് ശൂരന്മാർക്ക് അഭിലഷണീയമാണ്, നല്ലതാണ്. അപുത്രന്മാർക്ക് കൂടി സ്വർഗപ്രാപ്തിക്ക് കാരണവും ഇഹത്തിലെ കീർത്തികരവുമാണ് അത്. ആകയാൽ സദ്ഗതിയാണല്ലോ കിട്ടിയിരിക്കുന്നത്. അത് കിട്ടിയവനെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് പറയുന്നു. ഹരി ഓം.